DCC ട്രഷററുടെയും മകന്റെയും മരണത്തിൽ ദുരൂഹത. അന്വേഷണം. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിലെ ദുരൂഹത പോലീസ് അന്വേഷിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. വൈകിട്ട് 5 മണിയോടെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കും. വിഷം കഴിച്ച നിലയിലാണ് വിജയനെയും മകനെയും ചൊവ്വാഴ്ച വീട്ടിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായ ഇരുവരും ഇന്നലെയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യാ ശ്രമമെന്ന വിലയിരുത്തലിൽ വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാ കുറിപ്പുകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. മരണത്തിന് പിന്നിലെ കാരണം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മകൻ ജിജേഷ് ഏറെക്കാലമായി ശാരീരിക പ്രയാസം മൂലം കിടപ്പിലായിരുന്നു. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന ക്രമക്കേട് വിവാദം ചർച്ചയിൽ നിൽക്കെയാണ് വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. NM വിജയൻ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനാണ്. ഒരു കാലത്ത് വയനാട് ജില്ലയിലെ കോൺഗ്രസിലെ പ്രമുഖ നേതാവായിരുന്നു അദ്ദേഹം. സുൽത്താൻ ബത്തേരിയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്ന നേതാവ്. സൗമ്യമായ പെരുമാറ്റവും ഇടപെടലും അദ്ദേഹത്തെ ബത്തേരിയിലെ കോൺഗ്രസിന്റെ മുഖമാക്കി. വയനാട്ടിലെ കോൺഗ്രസ് നേതൃനിരയിലെ ശക്തനുമായിരുന്നു അദ്ദേഹം.